ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മെസറാട്ടിയുടെ ലെവൻ്റെയാണ്. അപ്പോൾ ഈ വാഹന വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് സർവീസിനും അതേമാതിരി തന്നെ ടയർ പ്രഷർ വാർണിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ വാഹന വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ടയർ പ്രഷർ മാറുന്നതിന് വേണ്ടി നമ്മളൊരു പാർട്സ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യം അത് മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടല്ലോ, സർവീസിൻ്റെ വാർണിംഗ് ഉണ്ട്, ടയർ പ്രഷറിൻ്റെ വാർണിംഗ് ഉണ്ട്. അപ്പോൾ ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് മാറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു പാർട്സ് മാത്രമേ നമ്മൾ മാറിയിട്ടുള്ളൂ. നമ്മൾ സർവീസ് റിലേറ്റഡ് അല്ലാതെ. കാരണം ഈ വാഹനത്തിൻ്റെ ടയർ പ്രഷർ സെൻസറാണ് ഫോൾട്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ടയറിൻ്റെ വാൾവ്, ടയർ പ്രഷർ സെൻസർ എന്ന് നമുക്ക് പറയാം. ഇതിന് കോമൺ ആയിട്ട് ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജാണ് പ്രശ്നം വരുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ടയർ പ്രഷർ സെൻസർ മാറി, ഒരു പഴയ സെൻസറാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, ടയർ പ്രഷർ സെൻസർ മാറിയതിന് ശേഷം എല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. 4 വീലിൽ എത്രയാണ് പ്രഷർ കൃത്യമായിട്ടുള്ളത് എന്നുള്ളതൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാറിയ ഒരു സെൻസർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മാറിയ സെൻസർ. ഇതിന് കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജിൻ്റെ പ്രശ്നമാണ് വരുന്നത്. നമുക്കിതിൻ്റെ ബാറ്ററി നമുക്ക് സെപ്പറേറ്റ് ഒന്നും മാറാൻ സാധിക്കത്തില്ല. ഇത് ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒറ്റ ടയർ പ്രഷർ സെൻസർ മാത്രമേ ഫോൾട്ടി ഉണ്ടായിട്ടുള്ളൂ. അത് റിയർ റൈറ്റ് ആണ്. നമ്മളതിൻ്റെ റിയർ റൈറ്റ് തന്നെയാണ് നമ്മൾ മാറിയിട്ടുള്ളത്. എന്നാൽ ഈ സെൻസർ മാറിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടയറിൻ്റെ വാർണിംഗ് ലൈറ്റ് ഒന്നും പോകത്തില്ല. അതിന് നമ്മളതിൻ്റെ ലേണിങ്ങും കാര്യങ്ങളും ചെയ്യണം. ലേണിങ് കാര്യങ്ങളൊന്നും ചെയ്യാതെ അതിൻ്റെ വാർണിംഗ് ഒരിക്കലും പോകത്തില്ല. അപ്പോൾ നമ്മളത് ലേണിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഓട്ടലിൻ്റെ ടൂള്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഈ ഒരു ടൂള് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ല വേറെ ഏതെങ്കിലും ടൂളാണെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൂൾ ഏതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള ടൂൾ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതേമാതിരി ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന കുറച്ച് ചെറിയ കുറച്ച് ടൂളുകൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മാക്സിസിൻ്റെ അല്ലെങ്കിൽ ഓട്ടലിൻ്റെ ടൂളുകളാണ്. നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളൊക്കെയാണ് ഈ മാക്സിസിൻ്റെ ഓട്ടലിൻ്റെ. കാരണം നമുക്ക് കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളും അതേമാതിരി തന്നെ അപ്ഡേറ്റ് കിട്ടുന്നത് ഇതിൻ്റെ അകത്താണ്. നമ്മൾ അതേമാതിരി തന്നെ ഓട്ടലിൻ്റെ അൾട്ര ഉണ്ട് നമ്മളെ കയ്യിൽ. അതേമാതിരി തന്നെ ഓട്ടലിൻ്റെ ഒരു ചെറിയ സ്കാനിങ് ഉണ്ട്. നമ്മൾ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും VCM ആണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ BM റോൾസ് റോയ്സിൻ്റെയൊക്കെ നമുക്ക് ഈ ലാപ്ടോപ്പിൽ തന്നെ ചെയ്യാം. നമ്മൾ അതിൻ്റെ അകത്ത് ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് BMൻ്റെ ഒറിജിനൽ ടൂളാണ്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.